മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമം. സാധാരണമായൊരു വൈകുന്നേരം. പക്ഷേ 6 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം, അവളുടെ ബാല്യം ഒരിക്കലും തിരികെ വരാത്ത വിധത്തിൽ തകർന്നുപോയി. അമ്മമ്മയുടെ കരുതലിൽ വളർന്ന ബാല്യം, പഠനം, കളി, സ്വപ്നങ്ങൾ. പക്ഷേ അയൽവാസിയുടെ കണ്ണുകളിൽ അവൾ ഒരു ഇരയായി മാറുമെന്ന് ആരും കരുതിയില്ല. കുളിപ്പിക്കുന്നതിനിടെ കുഞ്ഞ് വല്ലാതെ കരഞ്ഞു. അവൾക്ക് നീറ്റൽ അനുഭവപ്പെടുന്നതായി അവൾ അമ്മമ്മയോട് പറഞ്ഞു. ഉടൻ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ നടത്തിയ പരിശോധനയിൽ മറച്ചുവെച്ച പീഡനം പുറത്തു വന്നു. പ്രതി കുട്ടിയെ ലൈംഗികാതിക്രമം നടത്തിയപ്പോൾ കുട്ടിക്ക് മുറിവേറ്റിരുന്നു. ഇതോടെ മലപ്പുറം ചൈൽഡ് ലൈനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിയെ മെഡിക്കൽ ബോർഡിൽ ഹാജരാക്കി. കൗൺസിലിംഗ് നടത്തി. അവൾ പ്രതിയുടെ പേര് പറഞ്ഞു. തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കോടതി ഒരു കുഞ്ഞിന്റെ വേദനയെ തിരിച്ചറിഞ്ഞു. സാക്ഷികൾ, ഡോക്ടർമാരുടെ റിപ്പോർട്ട്, പോലീസിന്റെ തെളിവുകൾ എല്ലാം ചേർന്ന് പ്രതിയുടെ കുറ്റം തെളിഞ്ഞു. പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിൽ സത്യം മറയ്ക്കാനായില്ല. ഒടുവിൽ ആ ദിവസം എത്തി. കോടതി വിധി പുറപ്പെട്ടു. പ്രതി കുറ്റക്കാരനായി. ശിക്ഷയ്ക്കൊപ്പം 3 ലക്ഷം രൂപ പിഴയായി അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ഒരു വിധത്തിൽ നീതി ലഭിച്ചു. എന്നാൽ ആ കുഞ്ഞിനേറ്റ മുറിവുകൾ ജീവിതം മുഴുവനുണ്ടാകും. ഒരു ഗ്രാമത്തിനെ നടുക്കിയ സംഭവം അത് സമൂഹത്തെ ഉണർത്തി. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ? കുട്ടികളുടെ അവകാശങ്ങൾ, അവരുടെ ബാല്യം അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഈ കഥ ഒരു കുഞ്ഞിന്റെ കരച്ചിലല്ല, ഇനി ആരും കരയാതിരിക്കട്ടെ എന്ന മുന്നറിയിപ്പാണ് തരുന്നത്. ഇതുപോലെ സമൂഹത്തിനെ നടുക്കിയ കുറ്റകൃത്യങ്ങളുടെ കഥകൾ കേൾക്കാനും സമൂഹത്തിൽ നടക്കുന്ന മറ്റു പല ക്രൈം സ്റ്റോറിയെ പറ്റി അറിയാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.